പ്രിയമുള്ളവരെ, കോഴിയമ്മ അപ്പം ചുടാൻ വേണ്ടി സജ്ജീകരണങ്ങൾ നടത്തിയപ്പോൾ ആരും സഹകരിച്ചില്ല. അപ്പം ചുട്ടപ്പോൾ എല്ലാവരും പാത്രവുമായി വിഹിതം ചോദിക്കാൻ വേണ്ടി വന്നു. കോഴിയമ്മക്കാണെങ്കിലോ ബാക്കിയായതുമില്ല എന്നതുപോലെയുണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ. കോഴിയമ്മ ചുട്ട ആൾക്കില്ല, മറ്റുള്ളവരെല്ലാം അങ്ങനെ വീതം വെച്ചു അതിൻ്റെ അവകാശികളായി മാറി. ഇതാണിപ്പോൾ നിമിഷപ്രിയ വിഷയത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. തൂക്കുകയറിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്ന 48 മണിക്കൂർ മാത്രം അവശേഷിക്കുന്ന സമയം വരെയും 8 വർഷത്തോളം അതിനു വേണ്ടി പണിയെടുത്തു എന്ന് പറയുന്ന കാപഢ്യത്തിൻ്റെ പണം മുക്കലിൻ്റെയും അഡ്വക്കറ്റുമാർ രംഗത്തിറങ്ങിക്കൊണ്ട് ആ കുടുംബത്തിനെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ആ കേസിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയാതെ നിമിഷപ്രിയക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്ന് പറയുന്ന ആ ഡേറ്റിൽ കൊലക്കയർ സമ്മാനിക്കുന്ന, വധശിക്ഷ സമ്മാനിക്കുന്ന, അതിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ആ വിഷയത്തിൽ നയതന്ത്ര ബന്ധങ്ങളും മറ്റുമൊക്കെ അറ്റുപോയ ഹൂത്തി ഭരണകൂടവുമായി ഇന്ത്യക്ക് യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ ആ വിഷയങ്ങൾ ഡിപ്ലോമാറ്റിക്കായി പരിഹരിക്കാൻ കഴിയില്ല, നയതന്ത്രത്തിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വന്നതായ പെറ്റീഷന് സുപ്രീം കോടതിയും ദുആ ചെയ്ത് പിരിയാണ് ചെയ്തത്. സർക്കാരിനോട് ചോദിച്ചപ്പോൾ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു, പരിധികളുണ്ട്, ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണിത്. വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസത്തിൻ്റെ 2 ദിവസം മുമ്പ് അതാണ് കോടതിയിൽ പറയുന്നത്. ആ സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൈമലർത്തുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇനി അവിടെ ഒരു ഇടപാടുമില്ല. അതേസമയം അവരുടേതായ അപേക്ഷയിൽ ഒരു സൂഫി പണ്ഡിതനെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട് എന്നാണ് കോടതിയോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതായ ആ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഒരു നന്ദിയില്ലാത്ത വർഗം, അഥവാ ഇന്ത്യൻ പൗരൻ്റെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാത്തതിൻ്റെ പേരിൽ പരിഹാസ്യരായി നിൽക്കുന്ന ഇന്ത്യൻ സർക്കാർ, മറ്റൊരാൾ, അധികാരമൊന്നുമില്ലാത്ത ഒരാൾ ഒരു ആത്മീയമായ ബന്ധത്തിലൂടെ അത് പരിഹരിക്കാൻ ശ്രമിച്ച് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയും ഇതിൽ ആർക്കും പങ്കില്ല. പ്രത്യേകിച്ച് ഈ വിഷയം ഇങ്ങനെ നടന്നു പോയത് തന്നെ ലോകം ഒന്നാകെ സമ്മതിച്ചതാണ്, മുഴുവൻ മീഡിയകളും സമ്മതിച്ചതാണ്, ഏഷ്യാനെറ്റ് അല്ലാത്ത അതുപോലുള്ള കുറച്ച് മാധ്യമങ്ങളല്ലാത്ത എല്ലാവരും സമ്മതിച്ചതാണ്. ഇപ്പോഴുണ്ടായ ഈ മൂവ്മെൻറ്റ് അഥവാ കൊലക്കത്തി കഴുത്തിന് നേരെ തൂങ്ങി നിൽക്കുന്ന 48 മണിക്കൂറിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തൽക്കാലം ആ കത്തി ഉറയിലേക്ക് ഇടിയിപ്പിച്ചതിൻ്റെ ചാലകശക്തി കാന്തപുരവും ഉമർ ഇബ്നു ഹഫീളിൻ്റെയും ഇടപെടലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അഥവാ കാന്തപുരത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോട് വലിയ ആദരവും ബഹുമാനവുമുള്ള, അദ്ദേഹത്തിൻ്റെ വാക്ക് തട്ടിക്കളയാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന സ്വന്തം നാട്ടുകാർക്കെതിരെ നീങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും വലിയ ആദരവോട് കാണുന്ന കാന്തപുരത്തിൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സഫലമാക്കി കൊടുക്കാതിരിക്കുന്നത് വളരെ പ്രയാസമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉമർ ഇബ്നു ഹഫീൾ നാട്ടുകാരുടേതും മറ്റുമൊക്കെ ഉള്ളതായ സമ്മർദ്ദങ്ങളെയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇടപെട്ടത്. അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനില്ല. എന്താ ചെയ്യാനുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോട് സംസാരിക്കണം? അവിടുത്തെ കോടതികളുമായി ബന്ധപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടണമെങ്കിൽ ആ ഗവൺമെൻറ്റിനായിട്ട് ബന്ധമുണ്ടാകണം. ഹൂത്തി ഗവൺമെൻറ്റിനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല, പിന്നെ ബന്ധപ്പെടാൻ വന്നാൽ ചിലപ്പോൾ അവർ ആട്ടി ഓടിക്കും. അതുകൊണ്ട് ആ വിഷയം അടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ കേസിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഒരുപാട് അപ്പീലുകളും മറ്റുമൊക്കെ സംഭവിച്ചു. വധശിക്ഷ വന്നു, ശിക്ഷയ്ക്കുള്ള വിധി വന്നു, അതിന് ശേഷം അപ്പീൽ കൊടുത്തു, അതും തള്ളി. പ്രസിഡന്റിന് ദയാഹർജി കൊടുത്തു, അതും തള്ളി. ഇനി ആ ദിവസത്തേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് അവശേഷിക്കുകയാണ് 48 മണിക്കൂർ മാത്രം. ആ സമയത്താണ് എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് 40 ലക്ഷത്തിലേറെ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് അത് പിടുങ്ങിയിരുന്ന ദീപ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ സാമുവൽ എന്ന് പറയുന്ന കഴിവേറിയും ഇപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവകാശപ്പെട്ടുകൊണ്ട് കാന്തപുരത്തിനൊരു പങ്കുമില്ല എന്ന് ആ ബോഷ്കന്മാരും അതോടുകൂടെ ഇന്ത്യൻ സർക്കാരും പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് സർക്കാരിൻ്റേതായി വന്ന ഒരു ഉത്തരവിൽ ഈ വിഷയത്തിൽ കോടതിയിൽ തന്നെ സർക്കാർ പറഞ്ഞതാണ് സൂഫിയുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മാത്രമേ ആശ്രയമുള്ളൂ എന്ന്. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് നന്ദികേടിൻ്റെ വാക്കാണ് കേന്ദ്രം ഇന്ന് പറഞ്ഞത്. അവരുടെ റിപ്പോർട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ കാന്തപുരം മധ്യസ്ഥ വഹിച്ചതായി വിവരമില്ലെന്ന് കേന്ദ്ര സർക്കാർ.
ബ്ലഡ് മണിയുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ കൂടുതൽ സമയം ചോദിച്ചതായും ആരോട് ചോദിച്ചു? പച്ചക്കള്ളം പറയുന്നു. ബ്ലഡ് മണി ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടവർ, ആ കുടുംബത്തിനായിട്ട് ബന്ധപ്പെടാൻ പോലും ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ ദീപ ജോസഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവിടെ വിലസിക്കൊണ്ട് ഈ കേസ് ഭയങ്കര കഴുത്തിട്ട് നടക്കുന്ന ആളുണ്ടല്ലോ, അതുപോലെ സാമുവൽ എന്ന കഴിവേറിയും, ഇവർക്കൊന്നും തന്നെ ഇത് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ പറയാണ് ഇനി പൈസ കൊടുക്കാനുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് കുടുംബത്തിനെ ബന്ധപ്പെടുത്താൻ തന്നെ ഇവർ ഇത്ര 8 കൊല്ലത്തോളായി പരിശ്രമിച്ചിട്ടും, അല്ലെങ്കിൽ വിധി വന്നതിന് ശേഷമുള്ള വർഷങ്ങൾ ഇതുവരെയും ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം. കാരണം കുടുംബങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ വിഷയമുള്ളത്. ഇനി കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല, കോടതി എല്ലാ വ്യവഹാരം കഴിഞ്ഞു. പ്രോസിക്യൂട്ടർ പോയി കണ്ടിട്ട് ചായ സൽക്കാരമായി കുടിക്കുക എന്നല്ലാതെ വേറൊരു വഴി ഇതിലില്ല. എന്നിട്ട് ഇവരിപ്പോഴും നേരെ കോടതിയിലും പ്രോസിക്യൂട്ടറെയും ഡയറക്ടറും ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ഇവർ മാത്രമേ അഡ്വക്കറ്റുമാരും നിയമം പഠിച്ചവരുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരൊക്കെ കുബുദ്ധികളാക്കി, അവർക്ക് വിരോധോഷികളാക്കി മുന്നേറി ഇനിയും ആ കുടുംബത്തിൻ്റെ പേരിൽ പിരിച്ചെടുക്കുന്ന പണം പൊട്ടിടിക്കാമെന്ന് ഈ സാമുവലും ദീപ ജോസഫും കരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അവർ ഈ കളവ് വിളമ്പുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സർക്കാർ, കാരണം കാവിയിൽ മുഖ്യ ആൾക്കാരാണല്ലോ അവരൊക്കെ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ യമനിലെ മതപണ്ഡിതരുമായി നടത്തിയ ചർച്ചകൾ നടത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പം ഈ വിഷയമൊക്കെ കൂടി ഇന്ത്യൻ സർക്കാർ പരാജയപ്പെട്ടു, ഒരു ഇന്ത്യൻ ഇടപെടൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സർക്കാർ പരാജയപ്പെട്ടാൽ ഇനി ആരെങ്കിലും ഇന്ത്യൻ ഇടപെടൽ ഉണ്ടായി എന്ന് കേട്ടാൽ അത് കാന്തപുരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആ സമയത്ത് വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പറയാണ്, അവർ വ്യക്തമാക്കുകയാണ്, ഇതിൽ ഇദ്ദേഹം ബന്ധപ്പെട്ടതായിട്ട് ഒരു തെളിവില്ല, ഒരു അറിവില്ല. നമ്മൾ കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും, ഇനി ആർക്ക് എന്ത് സഹായം നൽകാനാണ്? വിധി വന്നു, 48 മണിക്കൂറിനുള്ളിൽ വധശിക്ഷയാണ്, അവിടെ സഹായം നൽകേണ്ടത്. അഭിഭാഷകൻ എപ്പോഴാണ് നൽകേണ്ടത്? കോടതി വിധിച്ചതിന് ശേഷം കാര്യം തിരിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാ വിധിയും എല്ലാ അപ്പീലും തള്ളിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭിഭാഷകനെ വെച്ചു കൊടുത്തിരിക്കണം. അതെന്താ, രണ്ടാമത് വേറൊരു കേസ് ഉണ്ടാക്കാനാണ്? അഭിഭാഷകന് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നടപ്പാക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച് യമൻ കോടതി ഉത്തരവായത്. കാന്തപുരത്തിന്റെ ഇടപെടൽ അറിയില്ലെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും പറഞ്ഞു. ഇനി ഏതായാലും ശരി, അവർ നോക്കിക്കോളും. നിമിഷപ്രിയ കേസിൽ നയതന്ത്രപരമായ ഇടപെടലിനൊപ്പം അനൗദ്യോഗിക ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് വി മുരളീധരൻ പറഞ്ഞു. എന്താണ് വിധി വന്ന് കൊല്ലാൻ 2 ദിവസം മാത്രം ശേഷിക്കുമ്പോൾ പിന്നെ എന്ത് ഇടപെടാനുള്ളത്? അതിന് മുമ്പുള്ള ഈ വർഷങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ട് ഈ ജനങ്ങളിൽ നിന്ന് വിട്ടടിച്ച പൈസ തിന്ന് മലച്ച് നടന്നു തന്നാൽ അതിൽ ഈ ഭരണകൂടത്തിന് ചിലപ്പോൾ പങ്കുണ്ടായിരിക്കാം. കാന്തപുരത്തിന്റെ ഇടപെടൽ അന്നൊന്നും ഉണ്ടായിട്ടില്ല. അനൗദ്യോഗിക ചർച്ചകൾ പല രീതിയിലും നടക്കുന്നുണ്ട്. ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെടാൻ നിരവധി തവണ ശ്രമിച്ചു. 3 മാസം മുമ്പ് ഇത് നടന്നു. കാന്തപുരം അവസാനമായി ഇടപെട്ട കാര്യം അറിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് നന്ദി കെട്ടവർ പറയേണ്ടത്. ഈ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യും, അതാണ് ഉണ്ടായാലും. കാരണം ഇത്രമാത്രം പച്ചക്കള്ളം മീഡിയയിലൂടെയൊക്കെ പറയുന്ന ഈ സർക്കാരും സർക്കാരിൻ്റെ പ്രവൃത്തികളും ഇത്തരത്തിലൊക്കെയാണ് എങ്കിൽ നിങ്ങൾ ഈ എത്രമാത്രം കൃത്രിമം കാട്ടിയിട്ടാണ് നമ്മളെ യന്ത്രത്തിലും വോട്ടിംഗ് മെഷീനിലൊക്കെ എത്ര കൃത്രിമം കാട്ടിയിട്ടുണ്ടാവും. ഇത്രമാത്രം പച്ചയായി തെളിഞ്ഞ വസ്തുതയെ നിരാകരിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നു നിങ്ങൾ. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം ബിൻ ഹാഫിസുമായി വീഡിയോ കോളിൽ സംസാരിച്ച സാഹചര്യം വിലയിരുത്തി മാപ്പ് നൽകാൻ തയ്യാറല്ലെന്ന് തലാലിൻ്റെ സഹോദരൻ അബ്ദുമഹദി ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇരുവരും സംസാരിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉള്ള വസ്തുത അല്ലെങ്കിൽ എത്തിപ്പെട്ടതായ ആ വിഷയം അത് വഷളാക്കാൻ വേണ്ടിയാണ് സർക്കാരും ആ സർക്കാരിൻ്റെ പ്രവൃത്തികളും ഈ പറയപ്പെട്ട പണം പിടുങ്ങാൻ വേണ്ടി മാത്രം നടക്കുന്ന ദീപ ജോസഫും സാമുവൽ ബോഷ്കനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്നിട്ട് നമ്മളെ ദീപൻ്റെ ഒക്കെ വിലയിരുത്തൽ ഭയങ്കരമുണ്ട്. ഇതുവരെയും ഞങ്ങൾ ഒപ്പം നടക്കുകയാണ്, കണ്ടുകൊണ്ട് നടക്കുകയാണ് ഈ കേസ് നടത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഇപ്പോൾ ഈ ചർച്ച വധിക്കപ്പെടുന്നതിൻ്റെ അഥവാ 16-ാം തീയതിയാണ് വധിക്കപ്പെടാൻ ഡേറ്റ്, അഥവാ ഇന്നലെ ബുധനാഴ്ച. ഇതിൻ്റെ 2 ദിവസം മുമ്പ് ചൊവ്വ തിങ്കളാഴ്ചയാണ് കാന്തപുരം ഇടപെട്ടതും അന്ന് രാത്രിയാണ് ഈ ഉത്തരവിറങ്ങുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഈ അഡ്വക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീ പറയാണ്, അന്ന് ഞങ്ങൾക്ക് അമ്മ പെറ്റീഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ എന്നാണത് 12-ാം തീയതി. എന്നിട്ട് അന്ന് രാത്രി തന്നെ അവർക്ക് അത് ഉത്തരവ് കിട്ടിയിരിക്കണ്. ഞായറാഴ്ച രാവിലെ തന്നെ ഉത്തരവ് വരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്.
പക്ഷേ ഔട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല, അല്ലെങ്കിൽ ഉത്തരവ് കിട്ടിയെന്നൊരിക്കൽ പറയുന്നു, കിട്ടിയിട്ടില്ല എന്നൊരിക്കൽ പറയുന്നു. പക്ഷെ ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഔട്ട് ചെയ്തതെന്നാണ് കോടതിൻ്റെ പക്കത്തു നിന്നും പ്രോസിക്യൂഷന്റെ പക്കത്തു നിന്നൊക്കെ നിർദ്ദേശം ഉണ്ടായപ്പോഴാണ്. എന്നിട്ട് ഔട്ട് ചെയ്ത മാറ്റർ ഏതാണ്? കാന്തപുരം ഗ്രാൻഡ് മുഫ്തി എന്ന് എഴുതി വിട്ടതായ മാറ്ററാണ് ഇവർക്കും തെളിവ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത ലോകർക്ക് മുഴുവൻ അറിയാം. കാന്തപുരത്തിന് നേരിട്ട് വന്നാൽ കാന്തപുരം ബുദ്ധിയുള്ള ആളാണ്. കാരണം ഇങ്ങനത്തെ കപടന്മാർ വീണ്ടും അവകാശവാദം ഉന്നയിക്കും എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് തന്നെ കാന്തപുരം എന്ത് ചെയ്തു? വാട്ടർമാർക്കിലാക്കിയത്. വാട്ടർമാർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം പരസ്യം ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇവർ കാണിക്കുന്നതും തന്നെ കാന്തപുരത്തിന് ഈ ഉത്തരവ് അയച്ചു കൊടുക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഈ ഉത്തരവ് കിട്ടിയിരിക്കുന്നു, ഞങ്ങളുടെ അധ്വാനം കൊണ്ട് അമ്മയുടെ പെറ്റീഷൻ കൊണ്ടാണ് കിട്ടിയത് എന്ന് വാദിച്ചുകൊണ്ട് വരുന്ന ഇവർ പുതിയ തെളിവൊന്നും കൊണ്ടുവരട്ടെ. ഇവർക്ക് കൊടുത്ത മാറ്റർ കാന്തപുരം ഡൽഹിക്ക് അയച്ചു കൊടുത്ത, ഗവൺമെന്റിന് അയച്ചു കൊടുത്ത, അതുപോലെ ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്ത ആ രേഖയാണ് ഇവർ കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു ഉത്തരവുണ്ടെങ്കിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന വാട്ടർമാർക്ക് ഇല്ലാത്ത ആ തെളിവ് ഹാജരാക്കട്ടെ. ഇത്രമാത്രം അന്യന്റെ പണം തിന്നുകൊണ്ട്, ഈ പാവപ്പെട്ട ആണെന്ന് പിരിച്ചെടുത്ത പണം തിന്നുകൊണ്ട് അഡ്വക്കറ്റായി എന്ന് വിലസുന്ന ഈ പറയപ്പെട്ട പ്രകൃതികൾ, അവരൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പൊ ശനിയാഴ്ച രാവിലെ ഡയറക്ടറെയും പ്രോസിക്യൂട്ടറെയും കണ്ടു. അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടാണ് ഇത് മാറ്റിയതെന്നാണ് പറയുന്നത്. 48 മണിക്കൂറിന് മുമ്പാണ് ഇപ്പോൾ ഈ തീരുമാനം. എത്രയോ കാലം അവർ ശ്രമിക്കേണ്ടതാണ്. ശ്രമിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ പരാജയപ്പെട്ടതാണ്. അവസാനം കാന്തപുരത്തിൻ്റെ ആ മികവ് കൊണ്ട്, ഉമർ ഹഫീദിന്റെ പ്രസക്തി കൊണ്ട് നേടിയെടുത്തത് സ്വന്തം അഡ്രസ്സിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പച്ച കളവ് പറയുന്ന, പ്രചരിപ്പിക്കുന്ന ഇവരെക്കുറിച്ച് മനുഷ്യരെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. ഈ സർക്കാരിനെ പറ്റും, ഇവർക്ക് കൂട്ടുനിൽക്കുന്ന ഈ അഡ്വക്കറ്റുമാരെ പറ്റിയൊക്കെ. അപ്പം ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ രേഖണ്ട്. ഏഷ്യാനെറ്റ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ദീപനായിട്ട് അഭിമുഖം നടത്തിയിട്ട് പറയാണ്, ഞങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുകയാണ്, നിങ്ങൾ പ്രചരണം നടത്തി ഉണ്ടാക്കല്ലേ, അങ്ങനെ ആക്കല്ലേ, ഇങ്ങനെ ആക്കല്ലേ, കുടുംബവുമായി ഇതുവരെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള വൈരുദ്ധ്യം ആ സ്ത്രീയും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കാര്യത്തിൽ കളവ് പറയുമ്പോഴും അത് ഒതുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിൽ അഡ്വക്കറ്റിസം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടെങ്കിലും ഇനി നിങ്ങൾ അവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നാണ് സാമാന്യ ജനങ്ങൾക്ക് പറയാനുള്ളത്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഇന്ന് ഭൂമിലോകത്ത് ജീവനോടെ ഇല്ലാതിരിക്കേണ്ടിയിരുന്ന ആ സ്ത്രീയുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ലോകമൊന്നാകെ മുന്നോട്ട് വന്നപ്പോഴും ഇവിടെയുള്ള നന്ദികെട്ട സർക്കാരും അവരുടെ ഓശാന പാടുന്ന, അവരുടേതായ ഇത് നക്കിത്തുന്നുന്ന ഈ അഡ്വക്കറ്റുമാരുമൊക്കെ അപ്പോൾ ഞങ്ങൾ കേന്ദ്രം ഇടപെട്ടത് കൊണ്ടാണ്, ഞങ്ങളെ പെറ്റീഷൻ കൊണ്ടാണ് എന്ന് പറയുന്നു. ഇങ്ങനെ കളവ് പറയുന്ന ഒരു കേന്ദ്രം, കോടതിയിൽ നിസ്സഹായരാണെന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞ ഈ കേന്ദ്രം, കോടതി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഈ വിഷയം, ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ്. വേറെ ആൾക്കാർ പുതിയ ക്രെഡിറ്റ് എന്നാണ് ദീപ് പറയുന്നത്. ഇപ്പൊ പരാജയപ്പെട്ടപ്പോൾ ഇതുവരെയൊക്കെ തിന്നീൻ്റെ കണക്ക് ആളുകൾ ചോദിക്കും. കാരണം കൊടുത്ത പൈസന്റെ കണക്ക് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇപ്പോഴത്തെ സംരക്ഷണ ഇതിന്റെ സേവ് ഫോറത്തിന്റെ ആൾ ചോദിച്ചിട്ടുണ്ട് ഈ സാമുവൽ എന്ന് പറയുന്ന പ്രകൃതിയോട്. അപ്പൊ അതൊക്കെ ഇനി പൊങ്ങി വരാനിരിക്കുകയാണ്. ഇപ്പോൾ നിരന്തരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോസിക്യൂട്ടറും മറ്റൊക്കെ കാണുകയാണ്. എല്ലാം വിഷയം അവസാനിച്ചു എന്ന് വരുന്ന സമയത്താണ് ഇപ്പോൾ ഈ വിഷയം കാന്തപുരം ഇടപെട്ടുകൊണ്ട് വിഷയം ശരിയാക്കിയത്. ദയാ പെറ്റീഷൻ പോലും പ്രസിഡന്റ് തള്ളിയതാണ്. ഇനി ആ കഴുത്ത് നീട്ടിക്കൊടുക്കാനുള്ള മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ ഇത് രക്ഷപ്പെടുത്തിയെടുത്തത്. ആ ഒരു നന്ദി കാണിക്കുന്നതിന് പകരം ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യൻ്റെ ഒരു പൗരയുടെ അഭിമാനം സംരക്ഷിച്ച, അല്ലെങ്കിൽ ജീവൻ രക്ഷിച്ച് തൽക്കാലത്തേക്കെങ്കിലും രക്ഷിച്ച് നിർത്തിയ ഈ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അതിനുവേണ്ടി ചർച്ചയ്ക്ക് പങ്കെടുത്ത പണ്ഡിതന്മാരെ അവഹേളിക്കുന്ന രീതിയിലാണ് കേന്ദ്രവും ഈ അഡ്വക്കറ്റുമാരെ പറയും. കാരണം അവർ 8 കൊല്ലത്തോളം ഇത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പൈസ തന്നെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവരോട് ചോദിക്കാൻ. ഇവർക്ക് വീണ്ടും ഒരു പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിൽ കയറി ഇറങ്ങി അതവർക്ക് പറ്റും. എവിടെയുള്ള കോടതിയിലെ ഓഫീസിൽ കയറി ഇറങ്ങാൻ പൈസ ഒന്നും വേണമല്ലോ. പക്ഷെ ഈ വിഷയത്തിന്റെ വ്യവഹാരം മുഴുവൻ കഴിഞ്ഞതാണ്. അവിടെ ഇനി കോടതിനോട് പറയാനില്ല. കാരണം കോടതി ഉത്തരവിട്ടത് പ്രസിഡന്റ് പോലും ആ ദയാഹർജി തള്ളിയതാണ്. ഇനി ആ സമയം കാത്തിരുന്ന് കഴുത്ത് നീട്ടിക്കൊടുക്കൽ മാത്രം മാർഗമുള്ളത്. ആ സമയത്ത് അവിടെയുള്ള ഇസ്ലാമിലെ ഓപ്ഷൻ, ശരീഅത്ത് കോടതിന്റെ ഓപ്ഷൻ എന്താണ്? ആ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ പറ്റുമോ എന്ന് നോക്കാം. കുടുംബവുമായി ഇതുവരെ ബന്ധപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഇവർ പറയുന്നു. ആ കുടുംബവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കണ്ണിയാണ് ഉമർ ഹഫീദിന്റെ നേതൃത്വത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായതും. അവരുടേതൊക്കെ ഒരു സമന്വയത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വധശിക്ഷ നീട്ടിവെക്കുക എന്ന സംവിധാനം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ വധശിക്ഷയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നത് തിങ്കളാഴ്ചയാണ്.
തിങ്കളാഴ്ച നടന്ന് ആ രാത്രിയാണ് അതിൻ്റെ ഉത്തരവ് ഡേറ്റ് ഇട്ടിട്ടുള്ളത്. ഇവർക്ക് 2 ദിവസം മുമ്പ് കിട്ടിയെന്ന് തന്നെ. എന്നാൽ കിട്ടിയ ഉത്തരവ് ഒന്നും കിട്ടി വിടൂ, വാട്ടർമാർക്ക് ഇല്ലാത്തത് വിടൂ. അപ്പൊ ഈ കളവ് അവിടെയൊക്കെ പിടികൂടപ്പെടുന്നുണ്ട്. ഇത് സപ്പോർട്ട് ചെയ്യാൻ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ലോകം മുഴുവനും സത്യം തുറന്നു പറയുമ്പോഴും ഇവര് അതിന്റെ ക്രെഡിറ്റ് ചന്ദ്രശേഖരനിക്ക് ചാർത്തി കൊടുക്കാൻ വേണ്ടി, കേന്ദ്ര ഗവൺമെന്റിന് ചാർത്തി കൊടുക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ചാനലുണ്ടായാലും ഇങ്ങനെ എന്ത് തോന്നിയവാസവും എന്ത് കളവും അവർക്ക് സ്വന്തമാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്നവരും മറ്റ് ചാനൽ അവതാരകരൊക്കെ ബുദ്ധിയുള്ളവരാണ് എന്ന് ഇവർ ചിന്തിക്കാൻ സമയം വൈകിപ്പോയിട്ടുണ്ട് എന്നാണ് ഇവരോട് പറയാനുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ 40 ലക്ഷത്തോളം ഒരു 8 വർഷത്തോളമായിട്ട് തിന്നുകൂട്ടിയിട്ടുണ്ട് ഈ 2 അഡ്വക്കറ്റുമാർ ബന്ധപ്പെട്ടവരും. ഹൂത്തി അംഗീകരിക്കാത്ത ഇന്ത്യ ബന്ധപ്പെട്ടു എന്ന പെട്ടെന്ന് 48 മണിക്കൂർ മുമ്പ് പിന്നെ സർക്കാരും സംവിധാനവും കോടതിയും എല്ലാവുമായി ബന്ധപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ടോ അവരുടെ പെറ്റീഷൻ കൊണ്ടാണ് ഈ കോടതി ഇങ്ങനെ നീട്ടിയത് എന്ന് പറയുന്നു. ഇതിനൊക്കെ ഈ അമ്മയെ, ഒന്നും അറിയാത്ത വിദ്യാഭ്യാസം മറ്റൊന്നുമില്ലാത്ത ഈ അമ്മയെ പറഞ്ഞ് പഠിപ്പിച്ച് ഇവരൊപ്പം ജീവിക്കുന്ന ആ അമ്മക്ക് ഇങ്ങനത്തെ ഇവരെ ഓതി കൊടുക്കുന്നത് മാത്രം പറയാനേ കഴിയുള്ളൂ. പക്ഷെ ഇവർ ഈ അമ്മയെ കൊണ്ടുപോയിട്ട് വിൽപ്പനച്ചരക്കാക്കിയിട്ട് അവർ ഇവരെ വിറ്റ് കാശാക്കിയാണ് എന്നുള്ളത് ഈ അമ്മ മനസ്സിലാക്കാത്ത വളരെ വിഷമമുള്ള കാര്യമാണത്. അത് കൂടുതൽ അപകടത്തിലേക്കാണ് ഇനി നീങ്ങുക. ഇനി കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരും. ഈ കണക്കൊക്കെ ജനങ്ങൾ ചോദിക്കും. പിന്നെ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള തീരെ ഒരു ബോധമില്ലാത്ത സൈസിലുള്ള അല്ലെങ്കിൽ നികൃഷ്ടന്മാരിൽ നികൃഷ്ടനായ മുബാറക് റാവത്ത് എന്ന് പറയുന്ന ഒരു ബോഷ്ക്ക് ഈ വിധി എങ്ങനെങ്കിലൊക്കെ ഒന്ന് ഇല്ലാതാക്കിയ നിമിഷപ്പൈ എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റി കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട മരണപ്പെട്ട തലാലിന്റെ സഹോദരനൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് മലയാളം മാത്രം അറിയുന്ന ആള് അറബിയിലേക്ക് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവരൊരു ചർച്ച നടത്തുകയാണ്. കുടുംബത്തിന്റെ സെർഹാനായിട്ട് ചർച്ച നടത്തുകയാണ്. എന്താണ് ഇവനെ ചർച്ച നടത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും ഈ കിട്ടിയതായ ഒരു ആശ്വാസം അത് കെടുത്തിക്കളഞ്ഞ് അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ഈ മനുഷ്യത്വത്തിനെതിരെ ചിന്തിക്കുന്ന ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരെ ഈ ഇന്ത്യ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ആത്മീയ ഡിപ്ലോമാറ്റിക്കാണ് പ്രവർത്തിച്ചത് എന്ന് ലോകം ഒന്നാകെ പറഞ്ഞു, മുഴുവൻ ചാനലും പറഞ്ഞു. പക്ഷെ ഇത് അംഗീകരിക്കാൻ ഏഷ്യാനെറ്റിന് പറ്റുന്നില്ല. കാരണം മുതലാളി മറ്റേ ആളാണല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ ആളാണല്ലോ. അവസാനം ഇപ്പോൾ സൂഫി വര്യം ബന്ധപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ആ കോടതിയിലോ പറഞ്ഞ ആ സർക്കാർ തന്നെ പറയുന്നു കാന്തപുരം അവയ്ക്ക് വന്നതായിട്ട് തന്നെ അറിയില്ല എന്ന്. കാന്തപുരം പോയിട്ടില്ല, ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്ന ഈ പച്ചക്കള്ളം ഇവരെ കൈകാര്യം ചെയ്യാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. ഇത്രമാത്രം കൃത്രിമത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനൊക്കെ വീണ്ടും വീണ്ടും പൊന്തി നിർത്താൻ മതേതരവാദികളും ഇന്ത്യയുടെ പൗരന്മാരുടെ അന്തസ്സ് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വിഷയത്തിൽ നിന്ന് ഉണർന്ന് ചിന്തിക്കൽ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇതിനൊക്കെ പറഞ്ഞതെന്താണ്? ഇന്ത്യൻ ഇടപെടലിനാണ്. കാന്തപുരത്തിലേക്ക് ആ പങ്ക് പോകാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് പരാജയപ്പെട്ടെടുത്ത് ഈ വിഷയം ഇങ്ങനെയൊക്കെ ഒന്ന് ആകി കിട്ടിയത് ഇന്ത്യൻ ഇടപെടൽ. അപ്പൊ ഇന്ത്യൻ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളൊക്കെ പരാജയപ്പെട്ട വിഷയത്തിൽ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്ന കാന്തപുരത്തിന്റെ ഇടപെടലിനെ പറ്റിയാണ് ഇന്ത്യൻ ഇടപെടൽ എന്ന് പറയുന്നത്. ഇനി മുതൽ ഇന്ത്യൻ ഇടപെടൽ എന്ന് എവിടെയും കേട്ടാൽ അത് കാന്തപുരം ഇടപെട്ടു എന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ ഇതിലൊന്നുമില്ലല്ലോ. അപ്പം 14 രാത്രി വന്ന വിധി, ആ വിധിയുടെ കോപ്പി ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അവർക്ക് കോപ്പി ഇട്ടിക്കൊണ്ടല്ലോ. ഗ്രാൻഡ് മുഫ്തി ഡൽഹിക്ക് അയച്ചുകൊടുത്ത ആ കോപ്പി ഇങ്ങനെ കാണിച്ച് കണ്ടിട്ട് ഞങ്ങൾക്കിത് തിങ്കളാഴ്ച ഇറങ്ങിയ ഈ വിധി ശനിയാഴ്ച ഞങ്ങളെ കൈ കിട്ടിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ അതിൻ്റെ മറ്റൊരു കോപ്പി അങ്ങ് വിടി, നിങ്ങൾക്ക് ഒരു കോപ്പി ഇട്ട് നിങ്ങൾക്ക് എങ്ങനെ കോപ്പി കിട്ടുക? ഇത് ചർച്ച നടത്താൻ പോയ ആളുകൾക്ക് കിട്ടിയ കോപ്പിയാണത്. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനത്തെ കൃത്രിമം ഈ വാട്ടർമാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കും, ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് തന്നെയാണ്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്ന കാന്തപുരത്തിന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തില് കൃത്രിമത്തിലൂടെ നിങ്ങൾ പല അവകാശവാദങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിവിടെ വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതിന്റെ പേരിൽ പുട്ടടിക്കുന്ന ഈ ദീപ ജോസഫ്, കളവ് പറയുന്ന സാമുൽ ജോർജ, എന്തോ സാധനം ഉണ്ടല്ലോ, ഈ 8 കൊല്ലത്തോളം ഈ ജനങ്ങളുടെ ഈ പണം തിന്നുകൊണ്ടിരിക്കുന്ന അവരൊക്കെയാണെന്ന് പാഠം പഠിപ്പിക്കേണ്ടത്. കോടതിയിൽ ഇവർ നൽകിയ പെറ്റീഷന് പരിഹാരമായിട്ട് അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ നീട്ടിവെക്കൽ ഉണ്ടായതെന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇനി അവർ അതാണ് പുറത്തുവിടേണ്ടത്. ആ ലിസ്റ്റ് ഇനി ഇല്ലെങ്കിലൊന്ന് കോടതി പോയി ചോദിച്ചാൽ മതിയല്ല, പ്രൂഫ് ഒന്ന് കിട്ടണം പറഞ്ഞാൽ.
കാന്തപുരം അവർക്ക് കൊടുത്ത കോപ്പി വിട്ടുകണ്ട് ഇത് ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് കിട്ടിയിരിക്കുന്നു എന്ന് ഇങ്ങനെ കള്ളം പറയുന്നവർ ലോകത്തിനൊന്നറിയില്ല. കാരണം ലോകത്തിന് ഒന്നാകെ കള്ളന്മാരും എല്ലാവരെയും വിഡ്ഢികളാക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ അഡ്വക്കറ്റ് ഇവരെ പഠിപ്പിക്കുന്നത്. ഇവരാണ് ഇനി ഈ കേസിന് ഇനി എന്തെങ്കിലും മുന്നോട്ട് പോകുന്ന കേസുണ്ടെങ്കിൽ ഇവർക്കൊപ്പം നിൽക്കുന്നതെങ്കിൽ അവരുടെ കാര്യം അപകടത്തിലായിരിക്കും. അതുകൊണ്ട് ആ അമ്മയും ബന്ധപ്പെട്ടവരൊക്കെ ഈ നരഭോജികളായ വക്കീലന്മാരെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർ പറ്റിയത് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങളാണ് ശ്രമിക്കേണ്ടത് എന്നാണ് നമുക്കിവിടെ നിർത്താനുള്ളത്. കോടതി നൽകിയ കോപ്പിയറ്റെ വാട്ടർമാർക്ക് ഇല്ലാത്ത 2 ദിവസം മുമ്പ് കിട്ടിയെന്നല്ലോ, കൈ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ കിട്ടുമല്ലോ. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോൾ ഒന്ന് വാങ്ങിക്കൊടുന്നുണ്ടാകാൻ മതിയല്ലോ. ഇതിൻ്റെ ഒരു കോപ്പി അവിടെ ഓഫീസിൽ ചോദിച്ചാൽ മതിയല്ലോ. കാരണം ഓഫീസിനായിട്ടൊക്കെ വലിയ ബന്ധമല്ലേ കോടതിൻ്റെ, എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങല്ലേ. ഇതിൻ്റെയൊക്കെ കഥകൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു സഹകരണം ഈ കേസിനോട് നടത്തിയിട്ടില്ല എന്നാണ്. മുമ്പത്തെ ഈ മാതാവ് അങ്ങോട്ട് പോകാൻ വേണ്ടി 3 തവണ കോടതിയെ ബന്ധപ്പെട്ടിട്ടാണ് സർക്കാർ അവസാനം ഗതിയില്ലാതെയാണ് അനുമതി കൊടുത്തത്. 2 തവണ തള്ളിപ്പോയതാണ്. ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വല്ല സഹകരണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ അമ്മക്ക് ആ മകളുടെ കേസ് നടത്താനും മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അങ്ങോട്ടൊന്ന് പോകാനുള്ള സംവിധാനം പോലും ഇവർ ആദ്യം ഒരുക്കി കൊടുത്തില്ല. കോടതി നിർബന്ധി 3ാമത്തെ വട്ടത്തിലാണ് ഇവർ ഒരുക്കി കൊടുത്തത്. അപ്പോൾ ഒരു നിലക്കും ഈ ഗവൺമെന്റ് ഇതിനെ സഹായിക്കുന്ന രീതിയിൽ ഒരു പണിയെടുത്തിട്ടില്ല. അവസാനം വേറെ ആരെക്കൊണ്ടൊക്കെയോ സഹായം കിട്ടിയെങ്കിൽ, കാന്തപുരം ഇടപെട്ട് ഇങ്ങനെയുള്ളൊരവസ്ഥ എത്തിയെങ്കിൽ അത് സ്വന്തം കീശയിലാക്കാൻ ഈ പറയപ്പെട്ട കോയമ്മന്റെ മനോഭാവത്തോടുകൂടെ അപ്പം ചുട്ട കോയമ്മക്കൊന്നും കൊടുക്കാതെ മറ്റുള്ളവരൊക്കെ വീതിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീക്കുന്നത് ഈ 100 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ് എന്ന് ഇപ്പോഴത്തെ ഭരണകൂടം പ്രത്യേകം മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് മറ്റൊരു ഫ്രോഡാണ്. ആർലേക്കർ എന്ന് പറയുന്ന ഒരാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ നയതന്ത്ര ബന്ധമില്ലാത്ത യമനില് സൻആയിലുള്ള ഈ കോടതിയിൽ അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുകയാണ്. അയാൾക്ക് എന്തോ ഒരു ഡിപ്ലോമാറ്റിക് അറിയാം. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനും അവിടെ ഒരു പിടിയില്ല. പക്ഷെ കേരള ഗവർണർക്ക് അപ്പൊ അദ്ദേഹം നന്ദി അർപ്പിക്കുന്നത് ആർക്കാണ്? ചാണ്ടി ഉമ്മൻ ആർലേക്കർക്ക്. എന്താ അയാൾ ചെയ്തത്? ഡൽഹിക്ക് ഒരു കത്തയച്ചിട്ടുണ്ടാവും പിണറായി ചെയ്തതുപോലെ. എന്നിട്ട് നിരന്തരം അതിൽ ബന്ധപ്പെട്ടിട്ട് ഇവരൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്താ അവിടെ ഉണ്ടായത്? ആരായിട്ട് അവർ ബന്ധപ്പെട്ടത്? പിശാചുക്കളായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഏത് മനുഷ്യന്മാരായിട്ടോ ബന്ധപ്പെട്ടത്? അപ്പൊ ഇതൊന്നുമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞാൽ സഹതാപം പറ്റിയിട്ട് തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കാമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ കബളിപ്പിക്കുന്ന ഈ ചാണ്ടി ഉമ്മനൊക്കെ ഈ സാമുവലിനൊക്കെ എന്തോരു ബഹുമാനാണ്. ഇവരെ 40 ലക്ഷം മുഖ്യ ആ സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്ര ഫ്രോഡുകളെ പറ്റി, ഫ്രോഡിന്റെ ഒപ്പമുള്ളവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവർക്കൊക്കെ വിഹിതം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് നമുക്ക് ഇനിയിപ്പോ സാവകാശം കിട്ടി, ഇനി കുടുംബവുമായി സംസാരിക്കാം, നേരാണ്ട് ചെന്നാൽ മതി വരും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഓരോരുത്തരും നേടിയെടുക്കുന്നതായ സ്വാധീനങ്ങളെ തമസ്കരിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങളാണ്, സ്വന്തം നേടിയതാണ് എന്ന് പരാജയം സമ്മതിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളാണ് ഇതിൻ്റെ ആളുകളെന്ന് പറയുന്ന ഇത്തരത്തിൽ നെറികെട്ട ഒരു ഗവൺമെന്റ് ഇവരുടെ ഈ നയപരിപാടികളും മുന്നോട്ട് പോയാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് മാത്രമേ ഇവരോട് പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ വളരെയധികം താല്പര്യത്തോടു കൂടെ അവസാനിക്കട്ടെ, സ്ത്രീക്ക് മോചനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിന് ഇനി മോചനം ഉണ്ടാകരുതെന്നായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന് മറ്റൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല ഈ പറയപ്പെട്ടവർക്കൊക്കെ. കാരണം അതൊക്കെ മോചനം നേടി ഇങ്ങോട്ട് വന്നാൽ ചിലപ്പം കുറേ കഥകൾ പുറത്തു വരും. അതൊക്കെ ഇവർ ഭയപ്പെടുന്നുണ്ടാവും. കാരണം ഇതുവരെ തിന്നുകയാണല്ലോ വെച്ചുകാണ്ട്, ഇവരെ പൈസ പിരിച്ചെടുത്തുകാണ്ട്. അപ്പോൾ ഏതായാലും ഇതിൽ നല്ലൊരു തീർപ്പുണ്ടാകട്ടെ, ആ സ്ത്രീ മോചിപ്പിക്കപ്പെടുന്ന ഒരു തീരുമാനം ഉണ്ടാകട്ടെ, വധശിക്ഷ ശാശ്വതമായി നിർത്തിവെക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഏഷ്യാനെറ്റുമായി ദീപ ജോർജ് എന്ന് പറയുന്ന അഡ്വക്കറ്റ് എന്ന് പറയപ്പെടുന്ന ഇവരെ പണം പിടിങ്ങിങ്ങനെ കഴിഞ്ഞു പോകുന്ന ആള് ഈ വിഷയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുത്തിട്ട് അവർ നൽകിയ അഭിമുഖം ചോദ്യത്തിന് മറുപടിയായിട്ട് ഏഷ്യാനെറ്റിനോട് പറഞ്ഞതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടത് അഡ്വക്കേറ്റ് സാമുവൽ ജോർജും ഒപ്പം തന്നെ ദില്ലിയിലെ അഭിഭാഷകയായ ദീപ ജോസഫും അടക്കമുള്ളവരാണ്. അവരും ഇടപെട്ടവരല്ല, അവര് ഇടയിൽപ്പെട്ടവരായിരിക്കും. നിയമസഹായം നൽകുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് തത്സമയം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഒരു ഘട്ടം കഴിഞ്ഞു, നമുക്കൊരു സാവകാശം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ദിവസം വധശിക്ഷ നടപ്പാകേണ്ടതായിരുന്നു.
ആ നിർണായക മണിക്കൂറുകളായേനെ. എന്തായാലും അത് ഒഴിവായി കിട്ടി. ശിക്ഷ ഒഴിവായി കിട്ടി. എങ്ങനെ കിട്ടിയത്? നമ്മളെന്നെ ഇടപെട്ടിട്ടാ? ഞാൻ 2019 മുതൽ നിമിഷയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളും എല്ലാ കാര്യങ്ങളും നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഒരാളും എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ കുറച്ച് പ്രചരണങ്ങള് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നാണ്. കാരണം ഇത് മുഴുവൻ കുപ്രചരണമാണ്. വിഷയം ഇങ്ങനെയാക്കാൻ വേണ്ടി അധ്വാനിച്ചത് കാന്തപുരവും അദ്ദേഹത്തിന്റെ സുഹൃത്തുമാണ്. പക്ഷെ ആ ക്രെഡിറ്റ് കാന്തപുരത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത് പറ്റൂല എന്നാ പറയുന്നത്. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരിൽ നിന്ന് നിങ്ങളാണ് ഇപ്പൊ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വെക്കുന്നത്. കാന്തപുരം ഉണ്ടാക്കിയെടുത്ത ഇത് അതിന്റെ അവകാശികള് ഞങ്ങളാണെന്ന് പറഞ്ഞു വരുന്ന നിങ്ങളാണ് കാപ്പാലികര്. കളവ് പറഞ്ഞ് തഴമ്പിച്ച അഡ്വക്കേറ്റ് ദീപ ആ കളവിന്റെ തീപടക്കം പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. മീഡിയയോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച രാവിലെ അറിഞ്ഞ കാര്യമാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നത്. ആ കള്ളി ഈ ഉത്തരവ് കയ്യിൽ പിടിച്ചുകൊണ്ടാണല്ലേ അത് കഴിഞ്ഞ് 2 ദിവസം സുപ്രീം കോടതിയിൽ ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിച്ചത് ഞങ്ങൾ നിസ്സഹായരാണ്, എല്ലാം ചെയ്തു, ഇനിയൊന്നും ചെയ്യാനില്ല, കോടതി പ്രാർത്ഥിച്ചു കൊടുത്തത്. പച്ചക്കള്ളം പറയുന്ന അഡ്വക്കേറ്റിന് അഡ്രസ്സിന് നടക്കുന്ന ഈ നരഭോജികളെ കൈകാര്യം ചെയ്യണം. ആദ്യം 12-ാം തീയതി ശനിയാഴ്ച കൈപ്പറ്റിയ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച കോടതിയിൽ പറയുന്നത് ഞങ്ങൾ നിസ്സഹായരാണെന്നുള്ളത്. റിട്ടേൺ കൺഫർമേഷൻ വരുന്നത് സാമുവലിന്റെ കയ്യിലാണ്. റിട്ടേൺ കൺഫർമേഷൻ കിട്ടുന്നത്. അവിടെ നിന്ന് എംബസി ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുന്നു, ഇനി നിങ്ങളിത് മീഡിയയോട് പറഞ്ഞോളൂ, ന്യൂസ് ബ്രേക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ നിമിഷം മുതല് ഞങ്ങൾ കാണുന്നത് പലരും ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചവരാ ഉടുപ്പിട്ട് ചാനലിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. ഇത് ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചവർ അത് ഇടാനുള്ള സമയത്ത് ഇടും, അവർ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ കോൺഫറൻസേഷൻ ഉണ്ടല്ലോ, ആ വധശിക്ഷ നിർത്തിവെച്ചു എന്നുള്ളത്, അതൊന്ന് പുറത്തു വിടൂ. ഗ്രാൻഡ് മുഫ്തി എന്ന കോപ്പി വിട്ടിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ വിടൂ. കളവ് പറയുമ്പോഴേ അതൊക്കെ ആഴമടിപ്പിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കണം. അഡ്വക്കറ്റ് ആയതുകൊണ്ട് മാത്രം ബുദ്ധി ഉണ്ടാകണമെന്നില്ല. ബുദ്ധിയുള്ളവർ പല വേറെ മേഖലയിലേക്കൊക്കെ തിരിയും. വളരെയധികം ജോസഫ്, ഈ വിവരം അങ്ങേക്ക് കിട്ടുന്ന എപ്പോഴാണ്? ഞങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച. കാരണം അന്ന് ശനിയാഴ്ച രാവിലെയാണ് നിമിഷയുടെ അമ്മയും സാമുവൽ ജെറോം ഭാസ്കറും കൂടെ കൂടിയിട്ട് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. വൈകിട്ട് നമ്മളെടുത്ത് ഇൻഫർമേഷൻ കിട്ടി. ഇന്ത്യൻ സർക്കാരിന്റെ വക്കാലത്തും കൂടി സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കോടതിയിൽ പോകുന്ന ആളുകളാണല്ലോ. അവർക്ക് ഈ 12-ാം തീയതി ശനിയാഴ്ച കിട്ടിയ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് കോടതിയെ വഞ്ചിക്കല്ലേ നിങ്ങൾ ചെയ്തത്? ഈ കോടതിനെ കൊണ്ട് കോടതിയും സർക്കാരിനെ വഞ്ചിച്ചു. സർക്കാർ കോടതിയിൽ പറഞ്ഞത് നിസ്സഹായരാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു രേഖ കിട്ടിയില്ല, ഒരു നീട്ടൊക്കെ ചെയ്തിട്ടില്ല. അപ്പൊ ഈ 48 മണിക്കൂർ കഴിഞ്ഞാൽ ഈ വധം ഇല്ലാതിരിക്കട്ടെ എന്ന് ദ്വാരക്കുകയാണ് ചെയ്തത്. ദ്വാ ചെയ്ത പ്രാർത്ഥിക്കുക ചെയ്ത് കോടതി. അപ്പൊ ഈ കബളിപ്പിക്കലാണത്. നിങ്ങളെ ഏൽപ്പിച്ചതായ വക്കാലത്ത് സ്വീകരിച്ച് ഗവൺമെന്റിനെ പോലും നിങ്ങൾ വഞ്ചിക്കുകയാണല്ലോ. അതിന് വേറെ എവിടുന്നെങ്കിലും പൈസ നിങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഞാൻ എത്ര കോൺഫിഡൻസോടെയാണ് നിങ്ങൾക്ക് എല്ലാ ചാനലിനോടും, ഞാൻ ഏഷ്യാനെറ്റിനോടും പറഞ്ഞു, നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെ നേരത്തെ വിവരം കിട്ടിയെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടില്ല. വധശിക്ഷ ഉണ്ടാവില്ല, നിങ്ങൾ ജീവപര്യന്തം തെറ്റായിരിക്കും ഉണ്ടായാല്. കളവ് പറയുമ്പോൾ ഒപ്പിച്ച് പറയണേ. പറയുന്നത് കളവാണെങ്കിൽ അത് പറയുമ്പോൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാക്കി പറയണം. വക്കീൽ പണിക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അതാണ് ആദ്യം പഠിക്കേണ്ടത്. വാളിന്റെ ഉറയിലേക്ക് ആ വാള് ഇട്ടു. പക്ഷെ എപ്പം വേണമെങ്കിലും ഇനി ആ വാൾ ഊരാം. ആ ഒരു ഘട്ടം കടന്നപ്പോഴേ തന്നെ ചാനലുകൾ ആഘോഷിക്കാൻ തുടങ്ങി, ആളുകൾ ആഘോഷിക്കാൻ തുടങ്ങി, പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ തലാലിന്റെ കുടുംബം രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി എന്തു വന്നാലും ഞങ്ങൾ മാപ്പ് കൊടുക്കില്ല എന്ന്. അവരെ എന്തിനാ പ്രകോപിപ്പിക്കുന്നത്? ആ വക്കീലല്ലേ പറഞ്ഞത് വധശിക്ഷ ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ ഇപ്പൊ കത്തി ഒരേക്കിട്ടിട്ടുള്ളൂ, ഇങ്ങോട്ട് എടുക്കാനുള്ള തന്നെയാണോ? എന്നാ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ പ്രചരണത്തിന് നിന്നത്? റിട്ടേൺ കൺഫർമേഷൻ കിട്ടി അതേ മൊമെന്റിൽ സാമുവൽ ഈ വാർത്ത പുറത്തുവിട്ടു. സാമുവൽ പുറത്തുവിട്ട അതേ നിമിഷം തുടങ്ങി പലരും വന്നു, ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തെടുത്ത ഉത്തരവാണല്ലോ. ആ ഉത്തരവിന്റെ വാട്ടർമാർക്ക് ഇല്ലാത്ത കോപ്പി ഒന്ന് പിടി. എന്നപ്പോ ഈ സംശയങ്ങളൊക്കെ തീരുമല്ലോ. നിങ്ങൾ 2 ദിവസം മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ കോപ്പി നിങ്ങൾക്ക് ഞായറാഴ്ച കിട്ടിയത്, അല്ലെങ്കിൽ തിങ്കളാഴ്ച കിട്ടിയത്. ആയിക്കോട്ടെ, ഇനി കിട്ടിയില്ലെങ്കിൽ നാളെങ്കിലും നിങ്ങൾ അന്ന് കോടതി പോയിട്ട് വാങ്ങിയിട്ട് വിട്ടാൽ മതി. കളവ് പറയുമ്പോൾ ഓട്ടടച്ച് പടയാണേ. വക്കീൽ പണിച്ചാൽ വെറുതെ അല്ല ശമ്പളം വാങ്ങേണ്ടത്. കളവെങ്കിലും പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയണം.
ചാണ്ടി ഉമ്മന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മന്റെ വലിയ ഇടപെടൽ പറഞ്ഞല്ല, അതെന്താണ്? അതൊന്ന് വിശദീകരിച്ചാട്ടെ. ചാണ്ടി ഉമ്മന്റെ ഇടപെടൽ പറഞ്ഞാല് ഗവർണറെ കൊണ്ട് ഡൽഹിക്ക് ഒരു കത്തയപ്പിച്ചു, അദ്ദേഹം വേറെ ഇൻഫർമേഷൻ കിട്ടിയോണ്ട് കാന്തപുരത്തിനൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞു. ഇതല്ലാത്ത ഭയങ്കര എഫക്റ്റ് എന്താണ്? അതൊന്ന് പറയും. എഫോർട്ടോ എന്താ പറഞ്ഞത്? അതൊന്ന് പറഞ്ഞാട്ടെ വക്കീലെ. ദീപ ജോസഫ്, ഇതിനകത്ത് കാണുന്ന ഒരു വൈരുദ്ധ്യമാണ്. സംശയം എന്ന രീതിയിൽ തന്നെ ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ വിവരം ഈ ശനിയാഴ്ച കിട്ടിയെന്ന് പറയുമ്പോൾ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായി കിട്ടിയ ഇൻഫോർമേഷൻ എന്തായിരുന്നു? ഇന്റൽ എന്തായിരുന്നു? അമ്മ കൊണ്ട് ഇത് കൊടുത്തില്ലേ? അമ്മയുടെ ആപ്ലിക്കേഷനാണ് വധശിക്ഷ നീട്ടിവെക്കാൻ. ഏതായാലും ശനിയാഴ്ച കയ്യിൽ കിട്ടിയ ഈ ഉത്തരവ് കയ്യിൽ പിടിച്ചുകൊണ്ട് തിങ്കളാഴ്ച ഗവൺമെന്റിനെ കൊണ്ട് കോടതിയിൽ നിസ്സഹായത പറയിപ്പിച്ചത് വലിയ ഒരു നിങ്ങളുടെ ഒരു ശ്രമം തന്നെയാണത്. പറഞ്ഞ അമ്മ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഫാമിലിയെ ബന്ധപ്പെടാനുള്ള സമയം ഇനിയും അനുവദിക്കണം എന്ന കാരണം കാണിച്ച് നമ്മള് അമ്മ തന്നെയാണ് സ്വന്തം സൈനില് അമ്മയും സാമുവൽ ജെറോം ഭാസ്കറും കൂടെയാണ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നീട്ടിവെച്ചത്. ഉറപ്പായിട്ടല്ല, അറപ്പായിട്ടാണ്. ഇതുകൊണ്ടാണ് ഉത്തരവ് കിട്ടിയതല്ലേ? ആ ഉത്തരവ് എന്നിട്ട് എന്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് അടക്കായിരുന്നു, ഗവൺമെന്റിനെ വഞ്ചിച്ചുകൊണ്ട്. വിദേശത്ത് പോയിക്കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച പണിയെടുക്കാതെ ഗവൺമെന്റിനെ വഞ്ചിക്കുകയാണല്ലേ? എന്താണ്? അഡ്വക്കറ്റിന് പഠിക്കുന്നതിന് മുമ്പ് കളവ് പറയാൻ പഠിക്കേണ്ടിയിരുന്നു. കളവ് പറഞ്ഞാൽ പോരാ, അതിന് എതിരെ വരുന്ന വീക്ഷണങ്ങളെ ഗണ്ഡിക്കാനുള്ള ഒരു മണ്ടയും ബുദ്ധിയും കൂടി ഉണ്ടാക്കേണ്ടിയിരുന്നു. അല്ലാതെ അഡ്വക്കറ്റിന്റെ കുപ്പായട്ടം കണ്ട് ദീപയാണ് ദാപ്പയം തന്നെയാണ് ഒരു കാര്യമില്ല. ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എനിക്കറിയില്ല. സത്യത്തിൽ ഞാനിപ്പോ വളരെ നിസ്സഹായാവസ്ഥയിൽ എന്റെ രണ്ട് കണ്ണും നിറഞ്ഞ ഞാൻ സംസാരിക്കുന്നു. ഈ നിങ്ങൾ കണ്ടോ ഇന്നലേക്ക് ശേഷം ഞാൻ എപ്പോഴേലും മീഡിയയിൽ വന്നോ? കളവ് പറഞ്ഞിട്ട് മീഡിയയെ പൊട്ടിത്തെറിപ്പിക്കാനാണോ ദീപ വരേണ്ടത്? താങ്കൾ വരരുത്. ഇങ്ങനത്തെ കളവൊക്കെ പറയുന്ന, കളവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളൊന്നും മീഡിയയിൽ വരരുത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിടല്ലേ? നിങ്ങൾക്ക് കുറച്ചും കൂടി കാലം അവിടുന്ന് ഈ പിരിവെടുത്ത് തിന്ന് ജീവിക്കാം. എന്തെങ്കിലും ഞാൻ ക്ലെയിം ചെയ്തോ? 2019 മുതല് നിമിഷയുടെ അവസാന സന്ദേശം എനിക്ക് മിനിഞ്ഞാന്ന് കിട്ടുമ്പോഴും നിമിഷയ്ക്കും അറിയാമായിരുന്നു. നിമിഷയുടെ അവസാന സന്ദേശം എനിക്ക് മിനിഞ്ഞാന്ന് കിട്ടുമ്പോഴും മാഡം എന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എന്റെ ആശ്വാസം. അതായിരുന്നു നിമിഷയുടെ അവസാന സന്ദേശം. നിമിഷയ്ക്ക് അറിയാം, ജയിലിൽ എല്ലാവർക്കും അറിയാമായിരുന്നു മിനിഞ്ഞാന്ന്. ഇത് ഇന്നലെ അല്ല ഈ ന്യൂസ് വരുന്നത്, എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ എക്സിക്യൂഷൻ മരവിപ്പിച്ച വാർത്ത നിമിഷയുടെ അമ്മയ്ക്കറിയാം. ഇതിനു മുമ്പേ അമ്മയ്ക്കറിയാമായിരുന്നു. ഞായറാഴ്ച ഞങ്ങൾ 5 പേര് കൂടി കാര്യം സംസാരിച്ചതുമാണ്. ചാണ്ടി ഉമ്മൻ അറിയാമായിരുന്നു. എല്ലാവരും ഈ വിവരം അറിഞ്ഞിട്ട് മറച്ചു വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ വഞ്ചിച്ചു, ജനങ്ങളെയും വഞ്ചിച്ചു. ഇനി നടക്കേണ്ടിയിരുന്നില്ല. കാന്തപുരത്തിനായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ചാണ്ടി ഉമ്മന്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളും വേണ്ടാത്തരും മതിയാക്കി സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക. ചുരുക്കി പറഞ്ഞാൽ ശനിയാഴ്ച 12-ാം തീയതി തന്നെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് അത് ഗവൺമെൻറ്റിനെ അറിയിക്കാതെ പോക്കറ്റിൽ രേഖ വെച്ച് ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കബളിപ്പിച്ച ഈ അഡ്വക്കറ്റുമാരെ വാക്കും കേട്ട് നടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. ഈ അഡ്വക്കറ്റുമാരുടെ വാദങ്ങൾ മുഖവിലക്കെടുക്കുകയാണ് എങ്കിൽ ഏകദേശം ഡൽഹിയിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായ വർക്ക് ചെയ്യുന്നവർ പോലെയാണല്ലോ ഈ പറയപ്പെട്ട അഡ്വക്കറ്റുമാർ അവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് 12-ാം തീയതി ശനിയാഴ്ച ഇതിൻ്റെ രേഖ കിട്ടി. എന്നിട്ട് അവർ ആ രേഖ പൂഴ്ത്തി വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ വഞ്ചിച്ചു എന്നത് ഒന്നിരിക്കൽ സമ്മതിക്കണം. അതല്ലെങ്കിൽ അതറിഞ്ഞിട്ടും സൂഫികൾ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ കൊണ്ടോ അതുപോലെ സാധാരണഗതിയിലുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കൊണ്ടോ നിലനിർത്താനോ പരിഹരിക്കാനോ പറ്റാത്ത വിഷയമാണിത്. ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പലതും നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് സൂഫി പണ്ഡിതന്മാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കോടതിയിൽ ഗവൺമെൻറ് പറഞ്ഞത് കളവാണ്, തെറ്റാണ് എന്നത് വളരെ വ്യക്തമാണ്. ഈ പറയപ്പെട്ട അഡ്വക്കറ്റുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രചരിച്ചിട്ടുള്ളതായ ആ നോട്ട്, കോടതി വിധി, ആ വിധിയുടെ ഡേറ്റ് തിരുത്തിയിട്ടാവേണ്ടിയെന്ന് ഇവരിത് പറയേണ്ടിയിരുന്നത്. അതിൽ 14-ാം തീയതിയാണ് ഡേറ്റ് ഇട്ടിട്ടുള്ളത്. ഇവർക്ക് 12-ാം തീയതി തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഇനി ആദ്യം തീരുമാനിച്ചിട്ട് 14-ാം തീയതിക്ക് ശേഷമാണ് കിട്ടിയത്, അതുകൊണ്ട് കിട്ടിയ ഡേറ്റ് ആയിരിക്കും കിട്ടിയിട്ടുള്ളത് എന്ന വാദമാണെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ് ഇട്ട ഒരു ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നുള്ള വാട്ടർമാർക്ക് ഇല്ലാത്ത രേഖ കാണിക്കട്ടെ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം പറഞ്ഞ് ജനങ്ങളുടെ പണം പിടുങ്ങുക എന്നല്ലാതെ ഈ അഡ്വക്കേറ്റുമാർക്ക് മറ്റൊന്നുമില്ല. കാര്യങ്ങൾ അറിയാതെയാണ് എങ്കിൽ ഗവൺമെൻറ് വഞ്ചിക്കുകയാണ് ജനങ്ങളെ ചെയ്തത്. ഇനി ഈ വിഷയത്തിൽ ഈ തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ ഉണ്ട്. കാരണം ഇവർ പറയുന്ന ഈ 12-ാം തീയതിക്ക് ശേഷമാണ് ഈ ഗവൺമെൻറ് കോടതിയിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇനി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, സൂഫി പണ്ഡിതന്മാർ ബന്ധപ്പെടുന്നു എന്നിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറയുകയും അതിന് ശേഷം സൂഫി പണ്ഡിതന്മാർ അത് പരിഹരിക്കുകയും ചെയ്തിട്ട് അവർ ബന്ധപ്പെട്ടതായിട്ട് യാതൊരു അറിവുമില്ല എന്ന് കേരളത്തിൽ നിന്ന് വളർന്നു വന്നിരിച്ചു പോയ മുരളീധരൻ എന്നൊരു പഴയ കേന്ദ്രമന്ത്രി പോലും പറയുമ്പോൾ ഇവന്മാരൊക്കെ എത്രമാത്രം അരപ്പന്മാരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കോടതിയെ ഗവൺമെൻറ് വഞ്ചിക്കുന്നു, ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അവസാന വാക്കും ചുരുക്കവുമെന്ന് വ്യക്തമാണ്.